ജ്യൂസിൻ്റെ ക്വാളിറ്റി ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ മാഡവും ജിഷിൻ സാറും കൂടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓറഞ്ച് ജ്യൂസാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. അപ്പം നിവിൻ്റെ ഒരു ബോട്ടിൽ ലീക്കാണെന്നും മറ്റൊരു ബോട്ടിലിൻ്റെ അടപ്പ് കറക്റ്റ് അല്ലെന്നും അനുമോൾ മാഡം റിജക്റ്റ് പറയുന്നുണ്ട്. അപ്പം ജിഷിൻ പറയുന്നുണ്ട് ഇത്രയും ഇതായിട്ട് നോക്കേണ്ടുന്ന കാര്യമില്ല, അതൊക്കെ പാസ്സാക്കി വിടാമെന്ന് പറയുന്നു. അപ്പോൾ അനുമോളും ജിഷിനും കൂടി കുറച്ച് തർക്കത്തിലോട്ട് വരികയാണ്. അപ്പം നെവിൻ പറയുന്നുണ്ട് ഒനിലെന്ന് പറഞ്ഞ ഒരുത്തൻ വന്നിട്ട് എൻ്റെ ബോട്ടിലെല്ലാം ചളുക്കി ഇട്ടിട്ട് പോയി. അപ്പോൾ പിന്നെ ഞാൻ എന്തോ ചെയ്യണം മാഡം എന്ന് നിവിൻ പറയുകയാണ്. അപ്പോൾ അനുമോൾ മാഡം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജ്യൂസ് ഓണർ എന്നുള്ളതിൻ്റെ നിങ്ങൾക്കൊരു ഉടുപ്പ് തന്നായിരുന്നു, നിങ്ങളുടെ ആ ഉടുപ്പ് എവിടെ? ജിഷിനോട് ഓരോന്നും ചൂണ്ടിക്കാണിച്ചിട്ട് അനുമോൾ ചോദിക്കുന്നുണ്ട് ഇത് കണ്ടോ ഇത് നമുക്ക് കണ്ണടച്ച് കളയാൻ പറ്റുമോ? ലീക്കില്ലല്ലോ എന്ന് ജിഷിൻ പറയുന്നുണ്ട്. അപ്പം അനുമോൾ പറയാണ് ഇതെന്താ, ഇത് നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെ? ജിഷിനും അനുമോളും കുറച്ച് ജ്യൂസ് എടുത്ത് കുടിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്. അനുമോൾ പറയുകയാണ് ടേസ്റ്റ് ഓക്കെയാണ്, പക്ഷേ ഇതിനകത്ത് കണ്ട ഒരു എണ്ണമയം പോലെ എന്തോ കിടക്കുന്നുണ്ട്. ഇതിനകത്ത് അധികമില്ല, ഇതിനകത്ത് ഉണ്ട്. 2 ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് അനുമോൾ താരതമ്യം ചെയ്ത് പറയുകയാണ്. ഇത്രയും ഗഹനമായിട്ട് അവർ ചെക്ക് ചെയ്യുന്നത് വളരെ ക്ഷമയോടുകൂടി നിവിൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നിവിന് ദേഷ്യം വരുന്നുണ്ട്. കുറച്ച് സമയം നിവിൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കണക്ക് മുഖഭാവമൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ഒന്നും പറയുന്നില്ല. അനുമോൾ പറയുന്നുണ്ട് ഇതെന്താ ജിഷിൻ, ഇതെന്താ, എനിക്കവർക്ക് കൊടുക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? എനിക്കത് അവർക്ക് കൊടുക്കുന്നതിനകത്തല്ല, ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നതിനകത്തല്ലേ കാര്യം. 3 ബോട്ടിൽ നിരത്തി വെച്ചിട്ട് ജിഷിൻ്റെ അടുത്ത് പറയുകയാണ് ഇത് ഒന്നാമത്തേന് അടപ്പിൻ്റെ പ്രശ്നം, ഒന്നിന് ലീക്കുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ എങ്ങനെ കൊടുക്കും? ഇത് കൊടുക്കാൻ പറ്റത്തില്ല ജിഷിൻ. അപ്പം നെവിൻ പറയുകയാണ് മാഡം ഇവിടെ ഒനിലെന്ന് പറഞ്ഞ ഒരുത്തൻ വന്നിട്ട് എൻ്റെ ബോട്ടിലെല്ലാം ചളുക്കുകയാണ്. അത് ഞങ്ങൾ അറിയേണ്ട വിഷയമല്ല, അത് നിങ്ങൾ അറിയേണ്ട വിഷയമാണെന്ന് അനുമോൾ പറയുന്നുണ്ട്. അന്നേരം അനുമോൾ വീണ്ടും നെവിനോട് ചോദിക്കുകയാണ് ഇവിടെ ഓറഞ്ച് ജ്യൂസ് എന്ന് ഓണറെന്ന് എഴുതിയ നിങ്ങളുടെ ഉടുപ്പ് എന്ത് ചെയ്യും? നിങ്ങൾ ഓറഞ്ച് ജ്യൂസാണോ കൊണ്ടുവന്നത് അതോ പൈനാപ്പിൾ ജ്യൂസാണോ കൊണ്ടുവന്നതെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഹെയറിൽ ക്യാപ്പ് ഇടാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഊരി വെച്ചതാ മാഡം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ലെന്ന് അനുമോൾ ദേഷ്യത്തോടെ നെവിനോട് സംസാരിക്കുന്നുണ്ട്. നെവിൻ പറയുന്നുണ്ട് എൻ്റെ തൊപ്പിയും ഡ്രസ്സും ഒന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട, നിങ്ങൾ ജ്യൂസ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ബോട്ടിലുകൾ മുന്നോട്ട് നിരത്തി വെച്ചിട്ട് അനുമോൾ പറയുന്നുണ്ട് ഇത് കണ്ടല്ലോ ക്യാപ്പിൻ്റെ പ്രശ്നമുണ്ട്, ലീക്കേജ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിവിൻ പറഞ്ഞുകൊണ്ട് അതെല്ലാം മാഡം ഇനി ചെക്ക് ചെയ്തിട്ട് എന്തെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കവർ എടുത്ത് എറിഞ്ഞിട്ട് നിവിൻ അങ്ങ് പോവുകയാണ്. നിവിന് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് അനുമോൾ തീർത്ത് പറഞ്ഞു. അടുത്തതായി അനുമോൾ അനീഷിനെ വിളിക്കുകയാണ് വരൂ. അങ്ങനെ സെക്കൻഡ് റൗണ്ടിലും ഓറഞ്ച് ജ്യൂസ് ഓണറെ തഴഞ്ഞുകൊണ്ട് അനുമോൾ മാഡം നിവിൻ വളരെ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോയിരിക്കുകയാണ്.